കൃഷി വകുപ്പിൻ്റെ സ്റ്റാളിലൊന്ന് നോക്കി. ഇവിടെ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു പുതിയ സാങ്കേതികവിദ്യ ഇസ്രായേലിൻ്റെ മോഡലിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വിളവ് ഒരു 6 ഇരട്ടിയെങ്കിലും ആകും. നെൽകൃഷിയിൽ പോലും പ്രിസിഷൻ ഫാമിങ് ചെയ്യാവുന്ന സാങ്കേതികവിദ്യയാണത്. പച്ചക്കറിയൊക്കെ 6 ഇരട്ടിയെങ്കിലും വർദ്ധിക്കും. ഇതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകർക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഇസ്രായേലി ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മോഡൽ. യഥാസമയം വെള്ളം കിട്ടാത്തതുകൊണ്ട് കൃഷിനാശം ഉണ്ടാവുകയും ഏറെ ദുരിതം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട്ടെ കർഷകർ. വെള്ളം കുറഞ്ഞതുകൊണ്ട് കർഷകന്റെ കണ്ണീർ ഇനി കൃഷിയിടത്തിൽ വീഴാതിരിക്കാൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വിദ്യയാണ് പ്രിസിഷൻ ഫാമിംഗ്. പാലക്കാട് ചിറ്റൂരിലെ പെരുമാട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പ്രിസിഷൻ ഫാമിംഗ് സംവിധാനം കേരളത്തിലേക്ക് എത്തിയത്. ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഡ്രിപ്പ് ഇറിഗേഷൻ, ഓട്ടോമേഷൻ തുടങ്ങിയവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രിസിഷൻ ഫാമിംഗ് രീതി കൊണ്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളവും ആവശ്യമായ സമയത്തെത്തും. കൃത്യമായിട്ട് വെള്ളവും വളവും ഓരോ ചെടികളുടെ ചുവട്ടിൽ എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഈൽഡ് കൂടുകയും ചെയ്യാം. പാലക്കാട് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ പെരുമാട്ടി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കമ്പാലത്തറയിൽ 5 ഏക്കറോളം സ്ഥലത്ത് ചെയ്തു. പോളി ഹൗസും നഴ്സറി കൃഷിയും കൂടി ചെയ്തു. അപ്പോൾ അത് നല്ല സക്സസ് ആയതോടുകൂടി ചിറ്റൂർ, വടകരപ്പതി, എരുത്തേമ്പതി, ചിറ്റൂർ മേഖല മുഴുവൻ ചെയ്തു. ഇപ്പോൾ പാലക്കാട് ജില്ല, കേരളം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വിജയമാണ്. തക്കാളി കൃഷിക്കാർക്കൊക്കെ നല്ല വിജയമാണ്. അപ്പോൾ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ ഇത് നല്ല വിജയമായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കൂടുതൽ വിളവുണ്ടാക്കുക. അപ്പോൾ കൃഷിക്കാർക്ക് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കുറഞ്ഞ ചിലവും വേണം. പിന്നെ ഒരാൾ തന്നെ ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കാനും പറ്റും. പണി കുറവാണ്, ചെലവ് കുറവാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കർഷകന് എവിടെയിരുന്നും കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളവും വിളകളിലേക്ക് എത്തിക്കാൻ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ ഉൽപാദന ചെലവ് കുറച്ച് കർഷകന് കൂടുതൽ ലാഭം കൊയ്യാം. ആവശ്യ സമയത്തിൽ ആവശ്യമായ അളവ് വെള്ളം വളവും നമ്മൾ ഒരുമിച്ച് നമുക്ക് ആൾക്കാരുടെ ഒരു കൂടുതൽ ചിലവിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് നേരിട്ട് തന്നെ ഓട്ടോമേഷൻ നോക്കാണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വളവും വെള്ളം ഒരുമിച്ച് ചിലവ് കുറയ്ക്കാൻ കിട്ടും. പിന്നെ കൂടുതൽ നമുക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ ആവശ്യമില്ല. പിന്നെ വെള്ളം ആവശ്യമില്ല. പിന്നെ നമുക്ക് വളം നമ്മൾ നോർമൽ നേരിട്ട് കൊടുക്കുന്ന വളങ്ങളെക്കാട്ടിലും ഈ ഡ്രിപ്പ് വഴി നമ്മൾ വെഞ്ചുറി വഴി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വളങ്ങളും സേവ് ആകും. ചിറ്റൂർ പെരുമാട്ടിയിലെ കമ്പാലത്തറയിൽ നിന്നും ആരംഭിച്ച പ്രിസിഷൻ ഫാമിംഗ് രീതി ഇന്ന് ചിറ്റൂരിലെ വടകരപ്പതി, എരുത്തേമ്പതി മേഖലയിൽ സജീവമാണ്. സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും കർഷകരുടെ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പ്രിസിഷൻ ഫാമിംഗ് രീതി ജനകീയമാക്കി കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് പെരുമാട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അധികൃതരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.